നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വാർത്തകളിലേക്ക് കടക്കുന്നു. സിറിയയിലെ മസ്യാഫ് മേഖലയിൽ ഇറാന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന മിസൈൽ നിർമ്മാണ കേന്ദ്രം തകർത്ത് തരിപ്പണമാക്കി ഇസ്രായേൽ സൈന്യം. 120 കമാൻഡോകൾ അത്യാധുനിക ആയുധങ്ങളുമായി ഹെലികോപ്റ്ററുകളിൽ അർദ്ധരാത്രി ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ടു. സിറിയൻ റഡാറുകളുടെ കണ്ണു വെട്ടിച്ച് മെഡിറ്ററേനിയൻ കടലിന് മുകളിലൂടെ സാഹസികമായ പറക്കൽ. കിഴക്കൻ സിറിയയിലെ മസ്യാഫ് മേഖലയിൽ ഇറാന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന മിസൈൽ നിർമ്മാണ കേന്ദ്രം ലക്ഷ്യം വെച്ച് നടത്തിയ ആ ഓപ്പറേഷൻ വിജയകരമാക്കി ഇസ്രായേൽ. 3 മണിക്കൂർ നീണ്ടുനിന്ന സൈനിക ഓപ്പറേഷൻ. ഒടുവിലാണ് സൈനിക താവളം തകർത്തത് ഇസ്രായേൽ സൈന്യം മടങ്ങിയത്. ശക്തിയേറിയ ബോംബുകൾ ഉപയോഗിച്ചായിരുന്നു ഈ ദൗത്യം ഇസ്രായേൽ നടത്തിയത്. ഓപ്പറേഷൻ മെനി വെയ്സ് വർഷങ്ങളുടെ നിരന്തര നിരീക്ഷണം, ആസൂത്രണം എല്ലാറ്റിനും ഒടുവിലാണ് സൈനിക താവളം തകർക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ഇസ്രായേൽ വന്നത്. അന്ന് നടത്തിയ ആ സൈനിക ഓപ്പറേഷന്റെ കൂടുതൽ വിവരങ്ങൾ ഇസ്രായേൽ വ്യോമസേന പുറത്തുവിട്ടിരിക്കുകയാണ്. സിറിയൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമായ പ്രദേശത്തായിരുന്നു മിസൈൽ ഉൽപാദന കേന്ദ്രം. സിറിയയ്ക്കും ലെബനനിലെ സായുധ സംഘമായ ഹിസ്ബുള്ളയ്ക്കും മിസൈൽ നൽകാനായിരുന്നു ഇറാൻ കേന്ദ്രം തുടങ്ങിയതെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി. കേന്ദ്രത്തിന്റെ നിർമ്മാണം 2017 തുടങ്ങിയെന്നാണ് ഇസ്രായേൽ സൈന്യം കണ്ടെത്തിയത്. തെക്കൻ സിറിയയിലെ റോക്കറ്റ് നിർമ്മാണ കേന്ദ്രം നേരത്തെ ഇസ്രായേൽ തകർത്തിരുന്നു. ഇതോടെയാണ് ഭൂഗർഭ കേന്ദ്രം ഇവർ തുടങ്ങിയത്. 3 ഭാഗങ്ങളായിരുന്നു ഈ ഒരു കേന്ദ്രത്തിനുള്ളത്. ഒന്ന്, അസംസ്കൃത വസ്തുക്കൾ സൂക്ഷിക്കുന്ന കേന്ദ്രം, നിർമ്മാണം പൂർത്തിയായ മിസൈലുകൾ സൂക്ഷിക്കുന്ന മറ്റൊരു കേന്ദ്രം, ഓഫീസ് സമുച്ചയം, ഇങ്ങനെ 3 എണ്ണം. 16 മിസൈൽ നിർമ്മാണ മുറികൾ ഈ കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് ഇസ്രായേൽ സേന കണ്ടെത്തിയിരിക്കുന്നത്. ഒരു വർഷം 100 മുതൽ 300 റോക്കറ്റുകൾ വരെ നിർമ്മിക്കാൻ കേന്ദ്രത്തിന് ശേഷിയുണ്ടെന്നും ഇസ്രായേൽ വിലയിരുത്തി. 300 കിലോമീറ്റർ പരിധിയുള്ള റോക്കറ്റുകളായിരുന്നു നിർമ്മിച്ചിരുന്നത്. ഇസ്രായേൽ അതിർത്തിയിൽ നിന്ന് 200 കിലോമീറ്ററും സിറിയയുടെ പടിഞ്ഞാറൻ തീരത്ത് നിന്ന് 45 കിലോമീറ്ററും അകലെയായിരുന്നു കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഹിസ്ബുള്ളയ്ക്ക് ഈ കേന്ദ്രത്തിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങാൻ വളരെ വേഗത്തിൽ സാധിക്കുമെന്നതും ഹിസ്ബുള്ളയെ സംബന്ധിച്ച് വലിയ നേട്ടമായിരുന്നു. ഇസ്രായേലിന്റെ പ്രത്യേക കമാൻഡോ സംഘം 2 മാസത്തെ പരിശീലനം നടത്തിയാണ് ഈ കേന്ദ്രത്തെ തകർത്ത് തരിപ്പണമാക്കിയത്. ഓപ്പറേഷൻ നടത്തുന്ന സ്ഥലം, ഭൂപ്രകൃതി, വെല്ലുവിളി ഇവയെല്ലാം മനസ്സിലാക്കി അതിനുശേഷമാണ് വിമാനങ്ങൾ സൈനികരുമായി അവിടേക്ക് പുറപ്പെട്ടത്. സിറിയൻ ഭൂപ്രദേശത്ത് എത്തി. ഇതോടെ റഡാറിൽ കാണാതിരിക്കുക എന്നതായിരുന്നു അടുത്ത ദൗത്യം. റഡാറിൽ കാണാതിരിക്കാനായി വിമാനങ്ങൾ താഴ്ത്തിയാണ് ഇസ്രായേൽ സേന പറത്തിയത്. സിറിയൻ സൈന്യത്തിന്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി സിറിയയുടെ മറ്റു ചില പ്രദേശങ്ങളിൽ ഇസ്രായേൽ ആ സമയം ആക്രമണം നടത്തി അവിടേക്ക് ശ്രദ്ധ തിരിപ്പിച്ചു. ഡ്രോണിലൂടെ പരിസരം നിരീക്ഷിച്ചു. കമാൻഡോകൾ പറന്നിറങ്ങി. മിസൈൽ ഉൽപാദന കേന്ദ്രത്തിലേക്ക് ഇരമ്പിക്കയറി. ഇസ്രായേൽ സൈനികർ സിറിയൻ സൈനികരിൽ ചിലരെ വധിച്ചു. അതിനുശേഷം കേന്ദ്രത്തിന്റെ വിവിധയിടങ്ങളിൽ സ്ഫോടക വസ്തുക്കൾ വെച്ചു. ഓപ്പറേഷൻ പൂർത്തിയായ ശേഷം വിദൂര നിയന്ത്രിത സാങ്കേതിക വിദ്യയിലൂടെ ഉഗ്ര സ്ഫോടനം നടത്തി. 30 സിറിയൻ സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ആക്രമണം അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ തന്നെയാണ് ഇസ്രായേൽ ഇവിടെ നടത്തിയത്. വളരെ നാളുകൾ നീണ്ടുനിന്ന പരിശീലനത്തിനൊടുവിൽ കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ, കൃത്യമായ ഒരു ലക്ഷ്യബോധത്തോടെ നടത്തിയ ഒരു ആക്രമണം അത് വിജയിച്ചിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.